പക്ഷേ ഇതിനൊരു അറുതി വേണ്ടേ? നോക്കൂ, ഇത് നിർബാധം തുടരുകയാണ്. നമ്മുടെ സ്കൂളുകളിൽ, കോളേജുകളിൽ, ഹോസ്റ്റലുകളിൽ ഇതിനൊരു അവസാനം ഉണ്ടാക്കണ്ടേ? ഈ നേരത്തെ അക്ഷയ് ചൂണ്ടിക്കാണിച്ചതുപോലെ പ്രതിസ്ഥാനത്ത് ഒരേ ഒരു സംഘടനയാണ് SFI. തീർച്ചയായും ഇവിടെ സിദ്ധാർത്ഥിൻ്റെ അമ്മയുടെ കണ്ണുനീരിൽ നിന്ന് വിദ്യാർത്ഥി സമൂഹം ചിന്തിക്കേണ്ടതും, അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനാ പ്രവർത്തനം നടത്തുന്നവരായാലും അല്ലാത്തവരായാലും ഒരു പൊതുസമൂഹം ചിന്തിക്കേണ്ടിയിരിക്കുന്ന ഒരു കാര്യം തന്നെയാണ് അമ്മയോട് വ്യക്തമാക്കിയിട്ടുള്ളത്. എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന ക്യാമ്പസുകൾക്കകത്ത് പ്രവർത്തിക്കേണ്ടത്, അല്ലെങ്കിൽ എങ്ങനെയാണ് ഒരു വിദ്യാർത്ഥി സംഘടന ഇത്തരത്തിൽ പ്രവർത്തിക്കാൻ പാടില്ല? വിദ്യാർത്ഥി സമൂഹങ്ങളെ അല്ലെങ്കിൽ വിദ്യാർത്ഥികളെ ഇത്തരത്തിൽ ക്രിമിനലുകളാക്കിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു വിദ്യാർത്ഥി സംഘടനയായി പലപ്പോഴും SFI മാറുന്നു. ഇത് കേവലം ഒരു ആക്ഷേപം മാത്രമല്ല. കേരളത്തിൽ നടന്നുകൊണ്ടിരിക്കുന്ന ഒട്ടനവധി സംഭവങ്ങൾ, അത് കോട്ടയത്തെ വിഷയമെടുത്തു കഴിഞ്ഞാലും പൂക്കോട് വിഷയമെടുത്തു കഴിഞ്ഞാലും ഏതൊക്കെ വിഷയങ്ങൾ എടുത്തു കഴിഞ്ഞാലും അത് പലപ്പോഴും രാഷ്ട്രീയ സംരക്ഷണവും അത്തരത്തിലുള്ള സംരക്ഷണങ്ങൾ കൊണ്ട് തന്നെയാണ് പുതിയ പുതിയ വാർത്തകൾ അത് മാധ്യമങ്ങൾക്ക് ചർച്ച ചെയ്യുന്നതിനു വേണ്ടി മാത്രമല്ല, ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വളരെ രീതിയിൽ ഭീതിയിലാക്കുന്ന വാർത്തകൾ ഉണ്ടാകുന്നു. ഇവിടെ പറഞ്ഞതുപോലെ ഈ വിഷയത്തിൽ അല്ലെങ്കിൽ ഇതിന് ഇരയായിട്ടുള്ള വിദ്യാർത്ഥി, ആ വിദ്യാർത്ഥിയുടെ ബന്ധു പറഞ്ഞിട്ടുള്ളത്, മകൻ അല്ലെങ്കിൽ അവരുടെ അച്ഛൻ പറഞ്ഞിട്ടുള്ളത്, മകൻ ജർമ്മനിയിൽ പോയി പഠിക്കേണ്ടിയിരുന്ന വിദ്യാർത്ഥിയായിരുന്നു, എന്നാൽ ഇവിടെ ചേർത്ത് ഇവിടെ പഠനം മുന്നോട്ട് കൊണ്ടുപോകാനാണ് ഞങ്ങൾ ശ്രമിച്ചത് എന്നാണ് ആ വിദ്യാർത്ഥിയുടെ, ഇരയായപ്പെട്ട വിദ്യാർത്ഥിയുടെ അച്ഛൻ ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഇന്ന് നമ്മൾക്കറിയാം, ഒട്ടനവധി വിദ്യാർത്ഥികൾ കേരളം എന്ന് പറയുന്ന ഈ സംസ്ഥാനത്തെ ക്യാമ്പസുകൾ ഉപേക്ഷിച്ചുകൊണ്ട്, സർവകലാശാലകൾ ഉപേക്ഷിച്ചുകൊണ്ട് എന്തുകൊണ്ടാണ് പുറത്തുപോയി വിദ്യാഭ്യാസം പഠനം നടത്താൻ അല്ലെങ്കിൽ വിദ്യാഭ്യാസം നടത്താൻ ആഗ്രഹിക്കുന്നത് എന്ന് ഇവിടുത്തെ വിദ്യാർത്ഥികൾ ശ്രമിക്കുന്നതിനുള്ള ഉദാഹരണങ്ങളാണ് ഇവിടെ ഒരു വിദ്യാർത്ഥി സംഘടന കാണിച്ചുകൊണ്ടിരിക്കുന്നത്. എത്രമാത്രം പൈശാചികമായിട്ടാണ് വിദ്യാർത്ഥിയെ ഒരു കോമ്പസ് കൊണ്ട് കുത്തി അവിടെ ഒരു ഷാമ്പു ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഒരു ലോഷൻ ഉപയോഗിച്ചുകൊണ്ട് എങ്ങനെയൊക്കെ വേദനിപ്പിക്കാം, ആ വേദനിപ്പിക്കുന്നതിലൂടെ രസങ്ങൾ കണ്ടെത്തുന്ന ഒരു വിദ്യാർത്ഥി അല്ലെങ്കിൽ 4-5 വിദ്യാർത്ഥി കൂട്ടം മാത്രമല്ല അവിടെ ഉണ്ടായിട്ടുള്ളത്. അതൊരു സംഘടനയുടെ സംരക്ഷണ തണലിൽ, ഒരു സംഘടനയുടെ സംരക്ഷണം ഉണ്ടെങ്കിൽ ഏതൊരു വിദ്യാർത്ഥിയെയും ഏതൊരു ആളുകളെയും ആക്രമിക്കാമെന്ന് അവർ വീണ്ടും വീണ്ടും നമ്മൾക്ക് കാണിച്ചു തരുന്നു. നമ്മൾക്കറിയാം, ആൾക്കൂട്ട കൊലപാതകങ്ങൾ അത് നടക്കുന്ന സമയത്ത്, കേരളത്തിലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടക്കുന്ന സമയത്ത് ഇവിടുത്തെ MLAയും മന്ത്രിയും ഉൾപ്പെടെ ജയിലിൽ പോയി സ്വീകരിച്ചുകൊണ്ട് അവർക്ക് നിയമസഹായങ്ങൾ ചെയ്തു കൊടുക്കുന്ന നാടാണ് കേരളം. അതുകൊണ്ട് തന്നെ വളർന്നു വരുന്ന വിദ്യാർത്ഥി സമൂഹത്തിനും, അത് കണ്ടു വളരുന്ന വിദ്യാർത്ഥി സമൂഹത്തിന് അത് മനസ്സിലാകുന്നുണ്ട്, ഞങ്ങൾക്കും സംരക്ഷണം കിട്ടും, നാളെ ഞങ്ങളുടെ പ്രവർത്തനം അല്ലെങ്കിൽ ഞങ്ങൾ ഇത്തരത്തിലുള്ള ക്രിമിനൽ സ്വഭാവം കാണിച്ചു കഴിഞ്ഞാലും ഞങ്ങൾക്കും ഇത്തരത്തിലുള്ള സംരക്ഷണം കിട്ടുമെന്ന വ്യക്തമായ തെളിവ് ഇവിടുത്തെ സ്പീക്കർ ഉൾപ്പെടെയുള്ളവർ, ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ കാണിച്ചു കൊടുത്തതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇത് വീണ്ടും വീണ്ടും നടന്നു പോകുന്നത്. ഇവിടെ ഇത്തരത്തിലുള്ള സംഭവങ്ങൾ നടക്കുന്ന സമയത്ത് അതിനെ തള്ളി പറഞ്ഞിട്ടില്ല. ഈ നിമിഷം വരെ ഈ KGSNA എന്ന് പറയുന്ന സംഘടന SFIയുടെ സംഘടനയല്ലെന്ന് SFIയുടെ ഒരു നേതാവും ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇടതുപക്ഷ സംഘടനകളൊന്നും ഞങ്ങളുടെ സംഘടനയല്ലെന്നോ അത്തരത്തിലൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഇവരുടെ നേതൃത്വത്തിലാണ് ഇത്തരത്തിലുള്ള സംഘടനകൾ നടക്കുന്നത്, ഇത്തരത്തിലുള്ള റാഗിംഗ് വിഷയങ്ങൾ ക്യാമ്പസുകളിൽ നടക്കുന്നത് എന്ന് നമ്മൾക്ക് ഇതിൽ നിന്ന് വ്യക്തമാവാം. ഈ സിദ്ധാർത്ഥന്റെ അമ്മ ഉൾപ്പെടെയുള്ളവരുടെ കണ്ണുനീരിൽ നിന്ന് നമ്മൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത്, കേരളത്തിൽ നിന്ന് റാഗിംഗ് ആയാലും ഇത്തരത്തിലുള്ള സംഘടനകളായാലും അത് ഇവിടെ അവസാനിക്കണമെങ്കിൽ SFI എന്ന് പറയുന്ന വിദ്യാർത്ഥി സംഘടനയെ കേരളത്തിലുള്ള വിദ്യാർത്ഥികൾ അടിച്ചു പുറത്താകുന്ന കാലം വിദൂരമല്ല. ആ കാലത്തിലേക്ക് വന്നു കഴിയുമ്പോൾ തന്നെ ഇവിടെ കേരളം എന്ന് പറയുന്ന സംസ്ഥാനത്ത് റാഗിംഗ് പോലുള്ള വിഷയങ്ങൾ ഉണ്ടാകില്ലെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ ഒരു കാര്യം പറയാനുള്ളത്, ഈ 6 മാസം മുൻപേ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള റാഗിംഗ് ഉൾപ്പെടെ ഉണ്ടാകുന്ന സമയത്ത്, ഈ കോട്ടയത്ത് നടക്കുന്ന സമയത്ത് ഇവിടുത്തെ ആ കോളേജിന്റെ പ്രിൻസിപ്പൽ ഉൾപ്പെടെയുള്ളവർ, ആ ഹോസ്റ്റലിന്റെ വാർഡൻ ഉൾപ്പെടെയുള്ളവർ എവിടെയായിരുന്നു? ഈ വിഷയം അവർക്ക് മനസ്സിലാക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ വിദ്യാർത്ഥികൾ
ഇത്ര റാഗിങ്ങിൽ പെടുന്നുണ്ടെന്ന് അവർക്ക് മനസ്സിലാക്കാതെ സാധിക്കുന്നത് എന്തുകൊണ്ടാണെന്നുള്ള വ്യക്തമായ അന്വേഷണം ഇവിടെ നടത്തണം. അത് കേവലം ഇടതുപക്ഷ സർക്കാരുകൾ എല്ലാ കാലഘട്ടത്തിലും സിദ്ധാർത്ഥന്റെ മരണം ഉൾപ്പെടെയുള്ളത് അട്ടിമറിച്ചതുപോലെയുള്ള അട്ടിമറികൾക്ക് ഇവിടെ വേദിയാകരുതെന്നാണ് ABVPക്ക് പറയാനുള്ളത്. ഇത്തരത്തിലുള്ള ക്രിമിനലുകളെ കേരളത്തിന്റെ പൊതുസമൂഹത്തിന് മുന്നിൽ കൊണ്ടുവന്നുകൊണ്ട് വ്യക്തമായിട്ടുള്ള നിയമ നടപടികൾ സ്വീകരിക്കണമെന്നാണ് ABVPക്ക് ഇവിടെ ആവശ്യപ്പെടാനുള്ളത്.